ഹായ് നമസ്കാരം. എൻ്റെ പേര് ജിൻസി ജേക്കബ്. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് താരൻ എന്ത് ചെയ്തിട്ടും താരം മാറാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷാമ്പു പരിചയപ്പെടുത്താനാണ്. അതായത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് 100%ഉം അത് സക്സസ് ആയതുകൊണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം താരം വന്നാലത്തെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. താരം വന്നാൽ തലയിൽ ചൊറിച്ചിൽ, പിന്നെ ഒരാളുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ പറ്റും, എത്ര ചീകി വെച്ചാൽ ഇങ്ങനെ തലയുടെ മേളിൽ കൂടിയൊക്കെ താരനിരിക്കും. പിന്നെ ചൊറിച്ചിലെല്ലാം ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അപ്പം ഞാനും ഇങ്ങനെ യൂട്യൂബിനകത്തൊക്കെ കയറി നോക്കിയപ്പോൾ കുറേ ടിപ്സുകളൊക്കെ കണ്ടു. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് തലയിൽ തേക്കാൻ അത് ചെയ്തു. ആര്യവേപ്പിൻ്റെ ഇല അരച്ച് തേച്ചു. പിന്നെ കുറേ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് യൂസ് ചെയ്തു. എന്നിട്ടൊന്നും ഒരു കുറവുണ്ടായില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പം വീട്ടിലെ വെള്ളം യൂസ് ചെയ്ത് കുളിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. എവിടെയെങ്കിലുമൊക്കെ ഈ യാത്ര പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യുമ്പം അന്നേരം വെള്ളം മാറുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് എന്തോ അങ്ങനെ ഡാൻഡ്രഫ് എനിക്ക് പിടിക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ അന്നേരം ചിലപ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ തല ഇങ്ങനെ ഡ്രൈ ആവുമല്ലോ. നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലായിട്ടും ഈ ഡാൻഡ്രഫ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫായിരുന്നു. ഡാൻഡ്രഫിൻ്റെ ശല്യം സഹിക്കാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ടും എനിക്കിങ്ങനെ മുടി പൊഴിച്ചിലല്ലാതെ കണ്ട് ഇതിൻ്റെ ചൊറിച്ചിൽ പോയിട്ടില്ല. അപ്പോൾ ഞാനൊരു ദിവസം സ്കിൻ ഡോക്ടർ എനിക്ക് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ കയ്യിലിങ്ങനെ കുരു വന്നിട്ട് ചൊറിച്ചിലായിട്ട് അതിന് വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഈ ഡാൻഡ്രഫും കൂടെ കാണിച്ചു. അപ്പോൾ ഡോക്ടറാണ് എനിക്ക് ഈ ഷാമ്പു എഴുതി തന്നത്. അപ്പം അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് മേടിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, 350 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷേ ഞാൻ 2 പ്രാവശ്യം മേടിച്ച് യൂസ് ചെയ്തു. അപ്പം 2 പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഇതൊരു 2-3 വർഷത്തോളം ഞാൻ യൂസ് ചെയ്യുന്നൊരു ഷാമ്പു ആണേ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കരുതുന്നൊരു സാധനം. സാധാരണ ലേഡീസ് എവിടെയെങ്കിലും പോകുമ്പോൾ കുറേ മേക്കപ്പ് സെറ്റ് ആയിരിക്കും കയ്യിൽ കരുതുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഈ ഷാമ്പു ഉണ്ടാവും, പിന്നെ ഒരു ഗ്ലിസറിനും ഉണ്ടാവും. ആ ഗ്ലിസറിൻ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പം ഈ ഷാമ്പുവാണ് ഞാനങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാമ്പു യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെന്താണ് ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. തലയിൽ എണ്ണ എടുക്കുക, എണ്ണ എടുത്ത് നന്നായിട്ട് ചൊറിഞ്ഞിളക്കണം. അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ചീപ്പും കൊണ്ട് നന്നായിട്ട് കോമ്പ് ചെയ്ത് അതെല്ലാം ഇളക്കും. അല്ലെങ്കിൽ ആരുടെയും ഒരാളുടെ സഹായം ചോദിച്ച് എവിടേക്കാണോ ഡാൻഡ്രഫ് ഉള്ളതെന്ന് കണ്ടെത്തി അവിടെ എല്ലാം ഇങ്ങനെ ചൊറിഞ്ഞിളക്കണം നന്നായിട്ട്. എന്നിട്ട് ഈ എണ്ണ തലയിൽ വെച്ച് മസാജ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് വെക്കുക. അതായത് വെള്ളം ഒഴുകി പോകരുത്, നമ്മുടെ തലയിൽ ചെറിയൊരു നനവ് മാത്രം. എന്നിട്ട് ഈ ഷാമ്പു നന്നായിട്ട് കുലുക്കിയിട്ട് നമ്മൾ പിന്നെ കയ്യിൽ കുറച്ചെടുത്തിട്ട് നമ്മളിത് തലയിൽ ഇങ്ങനെ പതപ്പിച്ച് വെക്കണം. നന്നായിട്ട് പതപ്പിച്ച് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഷാമ്പു ഏതാണെന്ന് പറഞ്ഞു തന്നില്ലല്ലേ. ഷാമ്പുവിൻ്റെ പേരാണ് സ്കാൽപ്പി എന്നാണ് പേര്. ഇതിൻ്റെ കളറൊക്കെ കണ്ടുവെച്ചോ. ഇതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് SCALPE. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സ്കാൽപ്പ് പ്ലസ് എന്ന്, അതിൻ്റെ കൂടെ ഒരു പ്ലസ്സും ഉണ്ട് കേട്ടോ, മേലൊരു പ്ലസിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ സ്കാൽപ്പ് പ്ലസ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ മെഡിക്കൽ ഷോപ്പുകാരാണ് എന്നോട് പറഞ്ഞത് ഇതിൻ്റെ പേര് സ്കാൽപ്പി എന്നാണ്. ഈ ഞാൻ ഇതിനോട് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്കാൽപ്പി എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഷാമ്പു ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തലയിൽ മസാജ് ചെയ്യണം. ശരിക്കും ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് ഒരു 1 മിനിറ്റ് മസാജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നോട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു 5-10 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അങ്ങനെ തലയിൽ വെക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ കഴുകിക്കളയിൽ അങ്ങനെ തലയിൽ വെക്കണം. അതിന് ശേഷം വീണ്ടും നമ്മൾ കുളിക്കുന്ന സമയത്ത് മസാജ് ചെയ്തിട്ട് ചെറിയ വാം വാട്ടറില്ലേ, ആ വാം വാട്ടറിൽ നിന്നാണ് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹെയർ വാഷ് ചെയ്യണം. എന്നിട്ട് അത് അങ്ങനെ എന്നോട് പറഞ്ഞത് ആഴ്ചയിൽ 3 ദിവസമാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാൻ നല്ല അനുസരണ ഉള്ളതായതുകൊണ്ട് 3 ദിവസം അടുപ്പിച്ച് ചെയ്തു. പക്ഷേ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. 2nd ഡേ ആയപ്പോഴത്തേക്കും തന്നെ എൻ്റെ തലയിൽ താരം മുഴുവൻ മാറി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഷാമ്പു ഇട്ട് കഴുകുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് കൂടി നമ്മൾ സോപ്പിട്ട് കഴുകണം കേട്ടോ. അത് ഷാമ്പു ഇടണ്ട, സോപ്പിട്ട് ബ്രഷ് ചെയ്ത് നന്നായിട്ട് കഴുകണം. ഇല്ലെങ്കിൽ നമ്മൾ ചീപ്പ് കഴുകിയില്ലെങ്കിൽ വീണ്ടും ആ ചീപ്പ് വെച്ചല്ലേ നമ്മൾ ചീവണേ. അപ്പം വീണ്ടും നമ്മുടെ തലയിൽ താരം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് കോമ്പ് കഴുകണം. അങ്ങനെ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് വെച്ചിട്ട് ഇത് 4 വീക്സിൽ 3 ടൈംസ് ചെയ്യാൻ, അതായത് ഒരു മാസത്തിൽ 3 പ്രാവശ്യം ചെയ്യണമെന്നാണ്. പക്ഷേ ഡോക്ടറിനോട് പറഞ്ഞത് എൻ്റെ തലയിൽ നന്നായിട്ട് താരനുള്ളതുകൊണ്ടായിരിക്കാം ആഴ്ചയിൽ 3 ദിവസം ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇപ്പോഴായാലും എനിക്ക് എവിടെ താരം വരുമോ എന്തെങ്കിലും ചെയ്താലും ഞാൻ ഉടനെ ഈ ഷാമ്പു തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് വേറെ ഒരു ഷാമ്പൂവിലും ഈ ഷാമ്പു എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ തീർന്നാൽ ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് വരെ കുലുക്കി പൊറുക്കി എടുത്തേക്കുക.
ഇത് തീർന്നിട്ടുണ്ട്, ഇനി അടുത്ത മേടിക്കണം. പക്ഷേ ഇപ്പം എന്തായാലും തലയിൽ താരനൊന്നുമില്ല കേട്ടോ, എല്ലാം മാറി. എൻ്റെ മക്കൾക്കായാലും രണ്ടുപേരും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ താരനും പിടിപ്പിച്ചുകൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക. ഈ പിള്ളേരുടെ തലയിൽ നിന്നൊക്കെ താരം പറന്ന് കയറുമ്പോഴേ അവർ ചൊറിയുമ്പോൾ ചിലപ്പോൾ പറന്ന് കയറില്ല, അപ്പോൾ അങ്ങനെ താരൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടില്ല, ഇത് ഇത്രയും ഇതായിട്ടുള്ള ഷാമ്പു അല്ലേ. പക്ഷേ എൻ്റെ മൂത്ത മോൾക്ക് 17 വയസ്സുണ്ട്, രണ്ടാമത്തെ ആൾക്ക് 9 വയസ്സാണ്. പക്ഷേ രണ്ടാമത്തെ ആളുടെ തലയിൽ ഞാനിത് തേച്ച് കൊടുത്ത അവളുടെയും തലയിൽ താരം മാറിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ചൊറിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. തലയിൽ എന്ത് ചെയ്തിട്ടും താരം മാറാത്തവരാണേ. ഇത് അറിയാവുന്നവർ കുഴപ്പമില്ല, അവർക്കറിയാമല്ലോ. അപ്പോൾ ഇതൊട്ടും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് തലയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് തലയിൽ നിന്നും താരൻ പൂർണ്ണമായിട്ടും മാറിയെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം, മാറിയെങ്കിൽ. അത് എനിക്കൊരു സന്തോഷമല്ലേ, ഞാൻ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ. അപ്പം നിങ്ങളത് കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒരു സബ്സ്ക്രൈബ്, പിന്നെ ഒരു ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ ഒരു ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, എനിക്കിപ്പോൾ നിങ്ങളുടെ കാലൊന്നും പിടിച്ച് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്താൽ അതെൻ്റെ സന്തോഷം, നിങ്ങളുടെ സന്തോഷം അല്ലേ. നിങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ കിട്ടുമ്പോൾ. അപ്പം ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇത്തിരി വിലയുണ്ട് കേട്ടോ, സാരമില്ല. തലയിൽ നിന്ന് നന്നായിട്ട് താരനെല്ലാം മാറും, ഞാൻ ഉറപ്പാണ്, എൻ്റെ ഉറപ്പാണ്. എന്നെ നിങ്ങൾക്കറിയില്ല എന്നാലും ഞാൻ പറയാണ്, എനിക്ക് ഉറപ്പാട്ടോ. ഉറപ്പായത് കൊണ്ടാണ് ഇട്ടത്, അല്ലാതെ ചുമ്മാ ഒരു പരസ്യം, ഇത് ഷാമ്പുവിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ. ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.